ഇതുവരെ നമ്മൾ സ്ത്രീധനം കൊടുത്താലും വാങ്ങിയാലും കുറ്റമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതുകൊണ്ടുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ കൊടുക്കുന്ന സ്ത്രീകളുടെ വീട്ടുകാർ, അതായത് വധുവിൻ്റെ വീട്ടുകാർ പരാതിപ്പെടത്തില്ല. ഇപ്പോൾ ആത്മഹത്യയൊക്കെ നടന്നു പോയാലും, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇന്നലെയും ഒരു ആത്മഹത്യ നടന്നു. അതുല്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഗാർഹിക പീഡനത്തിൻ്റെ ഭാഗമായി അബുദാബിയിൽ ആത്മഹത്യ ചെയ്തു. 17 വയസ്സിൽ കല്യാണം നടന്നതാണ് അതുല്യ. അത് വലിയ വാർത്തയാണിപ്പോൾ. ഇപ്പോൾ ശരിക്കും സംഭവിക്കുന്നത് ഈ സ്ത്രീധന നിയമത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. 1961 സ്ത്രീധന നിരോധന നിയമത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കൊടുക്കുന്നതും വാങ്ങുന്നതും പ്രശ്നമാണ്. അങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് കൊണ്ട് ഈ കൊടുക്കുന്ന വധുവിൻ്റെ വീട്ടുകാർ, അതായത് പെണ്ണിൻ്റെ വീട്ടുകാർ പരാതി കൊടുക്കത്തില്ല. അവർക്ക് പീഡനമൊക്കെ കിട്ടിയാലും ആത്മഹത്യയൊക്കെ നടക്കേണ്ടി വന്നാലും കൊലപാതകം നടന്നാൽ കൊടുക്കും. കാരണം അവരും കൂടി പ്രതിയാകും എന്നുള്ളത് കൊണ്ടാണ് അതിനൊരു വലിയ മാറ്റം വരാൻ പോകുന്നു. വലിയൊരു നല്ലൊരു മാറ്റമാണ് വരുന്നത്. ഡൗറി പ്രൊഹിബിഷൻ കേരള അമെൻമെൻറ്റ് ബില്ല് വരാൻ പോകുന്നു 2025. ആ ബില്ല് പ്രകാരം സ്ത്രീധനം കൊടുക്കുന്നതല്ല പ്രധാനം, വാങ്ങുന്നതാണ് കുറ്റം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഗിഫ്റ്റ് പണിയൊക്കെ കൊടുത്താൽ അത് വലിയ പ്രശ്നമില്ല. പക്ഷെ വാങ്ങുന്നത്, ചോദിച്ച് വാങ്ങുന്നവർ കൂടുന്നു എന്ന് പറയുമ്പോൾ വരനും വരൻ്റെ വീട്ടുകാരും ഭർത്താവിൻ്റെ വീട്ടുകാരുമാണ് ഇനി കൊടുക്കാൻ പോകുന്നത്. അതൊരു വലിയൊരു മാറ്റം തന്നെയാണ്. കാരണം അങ്ങനെ മാറ്റുമ്പോഴുള്ള ഗുണം, വധുവിൻ്റെ വീട്ടുകാർ ഇതിൽ നിന്ന് രക്ഷപ്പെടും. വധുവിൻ്റെ വീട്ടുകാർക്ക്, ഭാര്യ വീട്ടുകാർക്ക് സീരിയസ് ആയിട്ട് കേസ് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അവരിപ്പോൾ കേസ് കൊടുക്കത്തില്ല. കാരണം കേസ് കൊടുത്താൽ അവരും പ്രതിയാകും. എന്തിനു കൊടുത്തു എന്നുള്ള ചോദ്യം വരും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വലിയ മാറ്റമാണ് കൊണ്ടുവരുന്നത് സ്ത്രീധന രംഗത്ത്. അതെല്ലാം അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾക്ക് സ്ത്രീധനത്തെക്കുറിച്ചുള്ള വലിയ കാഴ്ചപ്പാട് മാറേണ്ടതുണ്ട്. ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ അവരുടെ വീട്ടിലുള്ള സ്വത്ത്, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ അവരുടെ അച്ഛനും അമ്മയും ഉണ്ടാക്കി വെക്കുന്ന സ്വർണം, അവരുണ്ടാക്കി വെക്കുന്ന മറ്റ് സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം മക്കൾക്കുള്ളത് തന്നെയാണ്. അത് പെൺകുട്ടികൾക്ക് കൊടുക്കും, ആൺകുട്ടികൾ. പിന്നെ ചില വീടുകളിലാണ് ആൺകുട്ടികൾക്ക് മാത്രമായിട്ടൊക്കെ മാറ്റി വയ്ക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അത് വളരെ കുറച്ച് വീടുകളിലുണ്ട്. അതിൻ്റെയൊക്കെ പേരിലാണ് ഈ കണക്ക് പറഞ്ഞ് വാങ്ങുന്നത്. അപ്പോൾ സ്വർണം വാങ്ങുക, വസ്തു വാങ്ങുക, കല്യാണം നടത്താൻ പൈസ മേടിക്കുക, അതുപോലെ തന്നെ മറ്റ് എല്ലാ കാര്യങ്ങളും എന്തെല്ലാം ഉണ്ടോ അതെല്ലാം വാങ്ങി വധുവിനെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചപ്പാട് പലയിടത്തുമുണ്ട്. അതിനൊരു മാറ്റം വരാൻ പോവുകയാണ്. എന്തായാലും സ്ത്രീധനം വാങ്ങുന്നത് തെറ്റാക്കി മാറ്റിക്കൊണ്ടുള്ള ബില്ല് വരുമ്പോൾ സ്വാഭാവികമായിട്ട് വരൻ്റെ വീട്ടുകാർ, പുരുഷൻ്റെ വീട്ടുകാർ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരും ഭർത്താവും വരനുമാണ് ഇതിനകത്ത് ചെന്നുപെടാൻ പോകുന്നത്. വധുവിനെ സംബന്ധിച്ചിടത്തോളം കൊടുത്തുപോയി എന്ന് വിചാരിച്ച് അവർ കേസിൽപ്പെടുകയില്ല. ഇതൊരു വലിയൊരു മാറ്റമാണ്. ഇങ്ങനെ ഒരു മാറ്റം വരുന്നതിലൂടെ തീർച്ചയായിട്ടും അത് ഒരുപാട് കേസുകൾ ഇനി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വരന്മാരും ഭർത്താക്കന്മാരും, ഭർത്താവിൻ്റെ വീട്ടുകാരും വരൻ്റെ വീട്ടുകാരും ജാഗ്രതയിൽ. ഇനി വാങ്ങുന്നതാണ് ക്രിമിനൽ കുറ്റം പോലുള്ള സിവിൽ കേസൊക്കെ വരുന്ന വലിയ കുറ്റമായി വരാൻ പോകുന്നു. അതിൻ്റെ ശിക്ഷാ നടപടികൾ കൂടാൻ പോകുന്നു. അതുകൊണ്ട് സ്ത്രീധനം എന്ന് പറയുന്ന ഒരു അത്യാപത്തിനെ നമുക്ക് നശിപ്പിക്കേണ്ടതുണ്ട്. അതേസമയം കാശുള്ള ആളുകൾ അവരുടെ മക്കൾക്ക് സന്തോഷത്തിൻ്റെ ഭാഗമായി കൊടുക്കട്ടെ. അത് എത്രയെന്നൊക്കെ ഉള്ളതൊക്കെ അവർ തമ്മിലൊക്കെ ഉള്ള ധാരണയാണ്. പക്ഷേ അവിടെ അത് സ്ത്രീധനം എന്ന പേരിലോ അല്ലെങ്കിൽ കണക്ക് പറഞ്ഞു കൊടുക്കാനോ അതിൻ്റെ പേരിൽ പെൺകുട്ടികളെ പീഡിപ്പിക്കാനോ ഒന്നും ഈ ആധുനിക യുഗത്തിൽ പറ്റുന്നതല്ല. അതുകൊണ്ട് പറയുവാനുള്ളത്, കല്യാണ ദിവസമൊക്കെ പരമാവധി ഈ പെൺകുട്ടികൾക്കെല്ലാം അതിന് മുമ്പേ എല്ലാം കൊടുത്ത് എഗ്രിമെൻ്റായി എഴുതി പേപ്പർ വെച്ച് അങ്ങനത്തെ കാര്യമൊന്നുമില്ല. കാര്യം പെൺകുട്ടി അവിടെ പോയി താമസിക്കാനുള്ളതാണല്ലോ. അല്ലാതെ വിവാഹമൊക്കെ നടക്കട്ടെ. കഴിയുന്നത്ര എന്താണ് ഓരോ വീട്ടമ്മമാർക്കും മക്കൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന അവർ ചെയ്യട്ടെ. ഭർത്താവിൻ്റെ വീട്ടുകാർ ചെയ്യാൻ പറ്റുന്ന അവർ ചെയ്യട്ടെ. അപ്പോൾ സ്വസ്ഥമായി കുഞ്ഞുങ്ങൾ ജീവിക്കട്ടെ. എന്തായാലും പുതിയ നിയമം വരുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. സ്ത്രീധന ഡൗറി പ്രൊഹിബിഷൻ കേരള അമെൻമെൻറ്റ് ബില്ല് വരാൻ പോവുകയാണ്. അത് പാസ്സാവട്ടെ 2025. അത് പാസ്സായാൽ തീർച്ചയായിട്ടും സ്ത്രീധനം വാങ്ങുന്നവർ കെണിയിൽപ്പെടാൻ സാധ്യതയുണ്ട്. കൊടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേസില്ല. കൊടുക്കുന്ന കുറ്റമാണ്, പക്ഷേ അവർക്ക് കേസിൽ വേണ്ടിവരില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ധാരാളമായി ചിലപ്പോൾ, അല്ലെങ്കിൽ സ്ത്രീകളുടെ കുടുംബം, വധുവിൻ്റെ കുടുംബം, ഭാര്യയുടെ കുടുംബം ധാരാളമായി മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിലും ഈ സാമൂഹ്യ കെടുതി അല്ലെങ്കിൽ സാമൂഹ്യ തിന്മ ഇല്ലാതാകട്ടെ.